അഖില കേരള തദ്ദേശഭരണത്തിൻ്റെ 2023 ശ്രീ സൂക്ത ഹോമവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് തന്നെ മധൂർ അമ്പലത്തിനടുത്ത് ഉള്ള ഒരു അതിപുരാതനമായ ഇല്ലത്തിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഒളിയത്ത് ഇല്ലം എന്നാണ് പറയുന്നത്. ആ ഇല്ലം 16 കെട്ടാണ്. അതിൽ അവിടെ ഇല്ലത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു തെയ്യത്തിൻ്റെ ഇത്രയുമുണ്ട്. ആ തെയ്യത്തിൻ്റെ ചരിത്രം പിന്നീട് പറയാം. 16 കെട്ട് എന്ന് പറഞ്ഞാൽ 4 നടുമുറ്റത്തോടു കൂടിയ ഈ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 1 ഏക്കർ ഇല്ലധികം, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1 ഏക്കർ സ്ഥലത്താണ് ചെയ്യുന്നത്. ഈ ഇല്ലത്തിൻ്റെ 4 അതിരുകളിലുമായി 4 ഭാഗത്തുമായി 4 സർപ്പക്കാവുകൾ ഉണ്ട്. അതിൻ്റെ വേറെ പ്രത്യേക 16 കെട്ടായതുകൊണ്ട് തന്നെ അതിനോട് ചേർന്നുകൊണ്ട് ഒരു കുളപ്പര ഈ ഇല്ലത്ത് ഉണ്ട്. ഇത് ഈ കാണുന്നത് ഒരു കാലത്ത് കാസർഗോഡ് ജില്ലയിലെ 4 ദേശങ്ങളിൽ നിന്നും അരി നെൽകൃഷി ചെയ്ത് നെൽപ്പറ അരിയും മറ്റും പലവ്യഞ്ജനങ്ങളെല്ലാം സാധനങ്ങളും ഇവിടെ ഇല്ലത്തേക്ക് വരവ് ഉള്ളതാണ്. അപ്പോൾ അക്കാലത്ത് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ആൾക്കാർ ഈ ഭാഗത്ത് വച്ച് സാധനങ്ങൾ ഇല്ലത്തേക്കുള്ള കാഴ്ച കൊണ്ടുവന്ന് വയ്ക്കുകയും അത് എൻ്റെ കണക്കുകൾ എഴുതുന്ന കാര്യസ്ഥൻ, അതുപോലെ ഇല്ലത്തെ കാരണവർ എന്നിവരെല്ലാം ഈ ചെറിയ വിളവിനപ്പുറത്തു കൂടിയുള്ള സ്ഥലത്ത് വച്ച് ശേഖരിച്ച് നടത്തുകയും ചെയ്യും. ഈ 4 ദേശങ്ങളിൽ നിന്നുമായി ഏകദേശം 2100 പറയോളം നെല്ല് വരവ് ഉണ്ട്. ഈ ഇല്ലം ഇല്ലം മറ്റേ കാഞ്ഞങ്ങാടിനടുത്ത് ഉള്ള നീലേശ്വരത്തിനടുത്തുള്ള സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ ഇല്ലം ഇതിൻ്റെ മൂലസ്ഥാനം ഉള്ളത്. അവിടെ നിന്നും 6-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്ന അതിപുരാതനമായ ഇല്ലമാണ് ഇത്. ഇവിടുത്തെ നടുമുറ്റം ഏകദേശം 20-25ഓളം റൂമുകൾ ഈ ഇല്ലത്ത് ഉണ്ട്. ഏറ്റവും അതീവ രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ഇത്രയും 6-ാം നൂറ്റാണ്ടിൽ പണിത ഈ ഇല്ലത്ത് ഇത്രയും കാലമായി ഉത്തരത്തിനോ മരങ്ങളൊന്നും യാതൊരുവിധ പണിയോ നടത്തിയിട്ടില്ല എന്നാണ്. സത്യസന്ധമായി പറഞ്ഞാൽ സീറോ മെയിൻ്റനൻസ് ആണ് ഇത്രയും കാലം നടത്തിയിട്ടുള്ളൊരു ഇല്ലമാണ് ഇത്. ഇതിൻ്റെ ഇല്ലത്തിൻ്റെ തന്നെ വേറൊരു പ്രത്യേകത നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇല്ലത്തിൻ്റെ അടുക്കളയോട് കൂടി ചേർന്നിട്ട് അത് ബിൽഡിങ്ങിനുള്ളിൽ തന്നെ നിലകൊള്ളുന്ന ഒരു കിണറാണ്. അതുകൂടാതെ ഇങ്ങനെ അടുക്കള, ഇങ്ങനെ അനവധി റൂമുകളും ഒക്കെ ഉണ്ട്. ഈ നേരത്ത് ഇല്ലം ഒരു നടുമുറ്റത്തു നിന്നുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. അതീവ സുന്ദരകരമായൊരു മനോഹര ദൃശ്യം പകർത്തിയിൽ തന്നെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മുകളിലും ഒരു നിലയായിട്ടാണ് ഉള്ളത്. മുകളിലും റൂമുകളുണ്ട്. ഇപ്പോൾ ആൾക്കാരുടെ താമസക്കുറവ് ഉള്ളതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം കുറവാണ്. എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് കൂട്ടുകുടുംബമായി താമസിച്ചിരുന്ന ഒരു ഇല്ലമാണ്. ഇപ്പോൾ 10 മെമ്പർമാർ മാത്രമേ ഉള്ളൂ. ഏറ്റവും പുരാതന കാലത്തൊരു ടെക്നോളജിയുടെ പ്രത്യേകത നേരെ താഴത്തുള്ള ശീലകത്തിൽ നിന്നും ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുക
മുകളിലെ ഈ മുറിയിലേക്ക് വന്ന് ഇവിടുത്തെ ഓപ്പൺ സ്പേസിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് താഴത്തെ മുറികളിലൊന്നും ഗണപതി ഹോമത്തിൻ്റെ പുക തങ്ങി നിൽക്കില്ല. അതിനു വേണ്ടി അന്നേ കണ്ടുപിടിച്ചുള്ള ഒരു സംവിധാനമാണ് ഒരു കുഴൽ രൂപത്തിൽ നിർമ്മിതി ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പുക മുകളിലേക്ക് എത്തിച്ച അതിൽ വിശാലമായ ജനലഴികളിലൂടെ പൂർണ്ണമായി പുക പുറത്തേക്ക് പോകുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഈ ഇല്ലം ഒരു ധന്വന്തരി മൂർത്തിയുടെ ആരാധനാ കേന്ദ്രമാണ്. ഇവിടെ ഇല്ലത്തെ നിത്യം ദൈവം പുരാതനമായി തന്നെ 6-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ധന്വന്തരി മൂർത്തിയുടെ പൂജ ഒക്കെ ചെയ്യുന്നുണ്ട്. ധന്വന്തരി മൂർത്തിയുടെ ശ്രീരകത്തെ അല്ലെങ്കിൽ തേവാര ഭാഗം ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ ധന്വന്തരി മൂർത്തി കൂടാതെ 16 ദൈവങ്ങളും കൂടി ഇവിടെ നിത്യപൂജ ചെയ്യുന്നുണ്ട്. ഇത് വേറെ അടുത്ത ഒരു നടിമിറ്റമാണ്. ഈ നടിമിറ്റമെല്ലാം ആധുനികമായ രീതിയിൽ ചില ജീവിത സൗകര്യത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഇവിടെ തെയ്യത്തിൻ്റെ കഥ പറഞ്ഞാൽ ഇവിടെ ഈ ഇല്ലത്തിൻ്റെ ഉത്ഭവം തന്നെ മധൂർ പ്രശസ്തമായ മധൂർ അമ്പലവുമായി തന്നെ ബന്ധമുണ്ട്.